നമസ്കാരം, ഫോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു സാധാരണ ചിത്രത്തെ എങ്ങനെയാണ് വളരെ സിനിമാറ്റിക് ആയിട്ട് കളർ ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കാം. ഫോട്ടത്തിൻ്റെ പുതിയ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആദ്യം സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചിത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കടക്കും മുന്നേ നമുക്ക് ഈ ചിത്രത്തിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ റെഡൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള റെഡാണ് ഇതിലുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഗ്രീൻ ഉണ്ട്. ആൻഡ് ഫേസിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൈറ്റപ്പ് ചെയ്യാനുണ്ട് അല്ലേ. ഫേസിൽ കുറച്ചൊരു ലൈറ്റ് കുറവുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് കാണാം. ഈ ലൈറ്റ് സോഴ്സിനെ ചിലപ്പോൾ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് ആക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇത്രയാണ് നമ്മളെ എഡിറ്റിംഗ് തുടങ്ങുമ്പോഴുള്ള നമുക്കുള്ള ബേസിക് ഒബ്സർവേഷൻസ്. സോ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ഇമേജിനെ ക്രോപ്പ് ചെയ്യാം. ടൂൾസിൽ പോയിട്ട് ക്രോപ്പ് സെലക്ട് ചെയ്യാം. ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ചിത്രത്തിനെ 3:2 ഇപ്പോൾ ക്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് ഈ ചിത്രത്തിൻ്റെ ബേസിക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ട്യൂൺ ഇമേജിൽ പോവാം. ട്യൂൺ ഇമേജിൽ പോയിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒരല്പം കൂട്ടാം. ദെൻ കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യാം. സാച്ചുറേഷൻ. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ് ഭയങ്കര ബ്രൈറ്റർ റെഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചിത്രത്തിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സാച്ചുറേഷൻ കൂട്ടുവാണെങ്കിൽ നമുക്കറിയാതെ ഭയങ്കര റെഡായിട്ട് മാറും. നമുക്ക് കുറച്ച് ഇതിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ചിത്രത്തിൽ വരുന്നതായിട്ട് കാണാം. ഈ റിച്ച് റെഡ് എന്ന് മാറിയിട്ട് കുറച്ചൊരു ഡാർക്ക് റെഡിലോട്ട് മാറും. ഓക്കെ, ദെൻ കുറച്ച് ആംബിയൻസ് നമുക്ക് കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ്സ്. ഈ ചിത്രത്തിലെ ഹൈലൈറ്റ്സ് ഒക്കെ നമുക്കൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഈ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഏരിയ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഉള്ള ഹൈലൈറ്റ്സ് ഒക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് റിച്ച് ആക്കാം. ദെൻ ഷാഡോസ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഷാഡോസ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഡാർക്കർ ഏരിയ കുറച്ചുകൂടെ ഡാർക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡാർക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഷാഡോസ് ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കാം. ഗുഡ്. സോ ഈ ചിത്രത്തിന് ഒരു വാംത്ത് ലുക്കിനേക്കാളും കുറച്ച് നമുക്കൊരു ചെറുതായിട്ടൊരു വാംത്ത് കുറയ്ക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ഫീൽ കയറുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിന് വാംത്ത് -10 സെറ്റ് ചെയ്യാം. ഓക്കെ, ബേസിക് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ചിത്രത്തിന് ഒരു വിനിയറ്റ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ഡ്രമാറ്റിക് ഫീൽ കൊണ്ടുവരാം. ടൂൾസിൽ പോവാം, എന്നിട്ട് വിനിയറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഔട്ടർ എഡ്ജൊക്കെ ഒന്നുകൂടെ ഡാർക്ക് ആയതായിട്ട് കാണാം. ഔട്ടർ എഡ്ജിലെ ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കുന്നതിനനുസരിച്ച് കൂടുതൽ അത് ഡാർക്ക് ആവും. ഓക്കെ, ഗ്രേറ്റ്. സോ മൊത്തത്തിൽ ആ ചിത്രത്തിൽ കുറച്ചുകൂടെ ഒരു ഫോക്കസ് നമ്മളെ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വിനിയറ്റ് ഓക്കെ കൊടുക്കാം. നമ്മൾ ഈ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം വിനിയറ്റ് അപ്ലൈ ചെയ്തപ്പം നമുക്ക് വേണ്ട ഏരിയകളിൽ കൂടെ അതിൻ്റെ ഡാർക്ക്നെസ് കയറിയിട്ടുണ്ട്. സോ നമുക്ക് അത് മായ്ച്ചെടുക്കണം. നമുക്ക് വേണ്ടാത്ത ഏരിയയിൽ നിന്ന് വിനിയറ്റ് മായ്ക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ്സിൽ പോവാം. വ്യൂ എഡിറ്റ്സ് സെലക്ട് ചെയ്യാം. വ്യൂ എഡിറ്റ്സ് സെലക്ട് ചെയ്തിട്ട് വിനിയറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിനിയറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ വീണ്ടും ബോട്ടം ലെഫ്റ്റിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ എഫക്റ്റ് തിരികെ കൊണ്ടുവരാം. 0 വാല്യൂ വെച്ചിട്ട് നമ്മളൊരു എഫക്റ്റ് മായ്ക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത എഫക്റ്റ് റിമൂവ് ആവും. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിനെ സൂം ചെയ്തിട്ട് നമ്മൾ വേണ്ട ഏരിയകളിലൊക്കെ വിനിയറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മായ്ച്ചെടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫേസിലുള്ള ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഫേസ് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഡാർക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരല്പം ബ്രൈറ്റ്നസ് കൂട്ടാം. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫേസിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്കത് ഈ എഫക്റ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഫേസിലും ഈ ഒരു ഏരിയയിലും മാത്രമായതുകൊണ്ട് അത് സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഏരിയ മാത്രം ഫൈൻഡ് ചെയ്യാം. ഫേസിലെ ബ്രൈറ്റ്നസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഒരല്പം സാച്ചുറേഷൻ ആഡ് ചെയ്യാം. ആൻഡ് ക്ലാരിറ്റി കുറച്ച് കൂട്ടാം. ഓക്കെ,
ബേസിക്കലി ഇപ്പം നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് നമ്മൾ കൃത്യം നമുക്ക് വേണ്ട ഏരിയകളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ലൈറ്റ് സോഴ്സിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും സെലക്റ്റീവ് ടൂള് യൂസ് ചെയ്യാം. ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ വീണ്ടും സെലക്റ്റഡ് ആവും. സോ ഈ ഏരിയനെ നമുക്ക് ഒന്നുകൂടെ ബ്രൈറ്റ് ആക്കണം, എന്നാലാണ് നമുക്ക് അവിടെ നിന്നൊരു ലൈറ്റ് വരുന്നതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഒരല്പം കൂടെ ബ്രൈറ്റ് ആക്കാം. സോ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ലൈറ്റ് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗോൾഡൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നൊരു ലൈറ്റ് ലീക്കിനെ നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡബിൾ എക്സ്പോഷർ. സോ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ചിത്രം ഈ ചിത്രത്തിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇമേജ് ഈ ചിത്രത്തിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചിത്രത്തിലേക്ക് പുതിയൊരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഇമേജിനെ നമുക്ക് വേണ്ട സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് സൂം ചെയ്തോ സൂം ഔട്ട് ചെയ്തോ നമുക്ക് എവിടെയാണോ കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ താഴെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് താഴെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. ആക്ച്വലി നമുക്കിതിനെ ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഈ എഡിറ്റിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തപ്പോൾ സംഭവിച്ചു അതിൻ്റെ കൂടെ അതിൻ്റെ ചുറ്റുമുള്ള ഒരു ഡാർക്കർ പോർഷൻസും കൂടെ ഈ ചിത്രത്തിൻ്റെ മുകളിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മായ്ച്ചെടുക്കണം. അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ്സിൽ പോയിട്ട് ബ്രഷ് ടൂൾ വെച്ചിട്ട് ചെയ്യാം. അപ്പം വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യാം, ബ്രഷ് സെലക്ട് ചെയ്യാം. ബ്രഷ് സെലക്ട് ചെയ്താൽ ഇത് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ സിറ്റുവേഷനിലോട്ട് പോയി ബോട്ടം ലെഫ്റ്റിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എഫക്റ്റ് അപ്ലൈ ചെയ്ത രീതിയിലേക്ക് പോയി. ഇനി നമുക്ക് വാല്യൂ 0 ആക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡബിൾ എക്സ്പോഷർ എഫക്റ്റ് ആവശ്യമില്ലാത്ത ഏരിയകളിൽ നിന്ന് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. ഡാർക്ക് ഏരിയസ് ഒക്കെ നമുക്കിങ്ങനെ മായ്ച്ചെടുക്കാം. യെസ്, ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ചിത്രം ഇങ്ങനെയായിരുന്നു. ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ചിത്രമാക്കിയിട്ട് നമ്മൾ മാറ്റി. ഇന്നത്തെ എഡിറ്റിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ give us a thumbs up. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.